ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. തുല്യത +2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സമ്പദ് വ്യവസ്ഥകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതെല്ലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ അഥവാ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ സെഷനിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോ സമ്പദ് വ്യവസ്ഥയും പരിഹരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നിങ്ങൾക്കറിയാം, ലോകത്ത് നിലനിൽക്കുന്നത് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ്. ഏതെല്ലാമാണ്? ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് നമ്മൾ പറയും. സെക്കൻഡ് വൺ ഈസ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് ഇക്കോണമി. മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ, that is mixed economy. So these are the 3 economic systems prevailing in the world. ലോകത്ത് നിലനിൽക്കുന്ന 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ. ഈ ഓരോ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വ്യത്യസ്ത രീതികളിലാണ്. അപ്പോൾ നമുക്ക് ഓരോ സമ്പദ് വ്യവസ്ഥയും എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതെന്ന് പരിശോധിക്കാം. ആദ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, നമുക്ക് പറയാം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് ഇംഗ്ലീഷിൽ. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതെന്ന് പരിശോധിക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, സംഘാടനം, മൂലധനം. നമുക്കറിയാം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇത് 4മാണ് ഉൽപാദന ഘടകങ്ങൾ. ഈ ഉൽപാദന ഘടകങ്ങളുടെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും സ്വകാര്യ വ്യക്തികളിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കമ്പോളമാണ്, മാർക്കറ്റാണ്. എക്കണോമിക് ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ, exchange, distribution, consumption, all these are these as economic activities. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഏകോപനം നടത്തുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ കമ്പോളമാണ്, മാർക്കറ്റാണ്. അതുകൊണ്ടാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടും, മാർക്കറ്റ് ഇക്കോണമി അഥവാ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന ഒരു പേരും കൂടി ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ട്. ഇതിന് കാരണം ഇക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ കമ്പോളമാണ്, മാർക്കറ്റാണ്. അതുകൊണ്ടാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളായ എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ പ്രൈസ് മെക്കാനിസമാണ്. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില സംവിധാനം ആണ് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹാരം കാണുന്നത്. എന്താണ് ഈ വില സംവിധാനം? ഈ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രധാനവും ചോദനവും ചേർന്ന് സാധന സേവനങ്ങളുടെ വില നിർണ്ണയിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വില സംവിധാനം എന്ന് പറയുന്നത്. കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കുന്നത് 2 ശക്തികളാണ്. ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ചോദന പ്രധാനവുമാണ്. ചോദനം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്, പ്രധാനം സപ്ലൈ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ, ചോദനത്തെക്കുറിച്ചും പ്രധാനത്തിനെ കുറിച്ചും ചോദന നിയമങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ.
ഒരു വസ്തുവിൻ്റെ ചോദനവും ആ വസ്തുവിൻ്റെ പ്രധാനവും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വസ്തുവിൻ്റെ വില നിർണ്ണയിക്കുന്നത്. അപ്പം ഈ രണ്ട് ശക്തികളെ നമ്മൾ കമ്പോള ശക്തികൾ എന്നാണ് പറയുക. കമ്പോള ശക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്, ചോദനവും പ്രധാനവും. അപ്പം ഈ രണ്ട് ശക്തികളും ചേർന്നാണ് സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദനവും പ്രധാനവും ചേർന്ന് സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വില സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വില സംവിധാനത്തിലൂടെയാണ്, പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. സോഷ്യലിസ്റ്റ് ഇക്കോണമി നിങ്ങൾക്കറിയാം, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അഥവാ കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങളുടെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും സ്വകാര്യ വ്യക്തികളിൽ നിക്ഷിപ്തമാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സർക്കാരിൽ നിക്ഷിപ്തമാണ്, അഥവാ സമൂഹത്തിൽ നിക്ഷിപ്തമാണ്. ഇവിടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളായ എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം എന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് സർക്കാരോ അഥവാ സർക്കാർ നിശ്ചയിക്കുന്ന കേന്ദ്രീകൃത ആസൂത്രണ സമിതിയോ ആണ്. കേന്ദ്രീകൃത ആസൂത്രണ സമിതി, അതായത് സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി, കേന്ദ്രീകൃത ആസൂത്രണ സമിതി. ഇപ്പോൾ കേന്ദ്രീകൃത ആസൂത്രണ സമിതിയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ഏജൻസിയാണ് കേന്ദ്രീകൃത ആസൂത്രണ സമിതിയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. കേന്ദ്രീകൃതമായ ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്നും സോഷ്യലിസ്റ്റ് ഇക്കോണമിയെ വിളിക്കും. കേന്ദ്രീകൃതമായ ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ നമുക്കറിയാം, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് ഉൽപാദന ഘടകങ്ങൾ സർക്കാരിലോ സമൂഹത്തിലോ, അതായത് ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സർക്കാരിലോ സമൂഹത്തിലോ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഏജൻസിയായ കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും. അതുകൊണ്ട് ഇതിനെ മറ്റൊരു പേരും കൂടി വിളിക്കും, കേന്ദ്രീകൃതമായ ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ അടുത്ത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതെന്ന് നമുക്ക് ഇനി പരിശോധിക്കാം. ഓക്കെ, ലോകത്തിലെ മിക്ക സമ്പദ് വ്യവസ്ഥകളും മിശ്ര സമ്പദ് വ്യവസ്ഥകളാണ്, മിക്സഡ് ഇക്കോണമി. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതയായ സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതയായ പൊതുമേഖലയും ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ, അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളായ എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം എന്നുള്ളതിന് പരിഹാരം കണ്ടെത്തുന്നത് വില സംവിധാനവും അതുപോലെ തന്നെ കേന്ദ്ര ആസൂത്രണ സമിതിയും ചേർന്നുകൊണ്ടാണ്.
ഇപ്പം മിക്സഡ് എക്കോണമിയിൽ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നത് വില സംവിധാനത്തിനും റോൾ ഉണ്ട്. പ്രൈസ് മെക്കാനിസം, റോൾ ഫോർ പ്രൈസ് മെക്കാനിസം ആൻഡ് ആൾസോ ഫോർ ദ സെൻട്രലി പ്ലാൻഡ് കമ്മിറ്റി. കേന്ദ്ര ആസൂത്രണ സമിതിയും ചേർന്നാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. കാരണം മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതയായ സ്വകാര്യ മേഖലയുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതയായ പൊതുമേഖലയുമുണ്ട്. അപ്പോൾ അതിനാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വില സംവിധാനത്തിന്റെ സഹായവും അതുപോലെ തന്നെ കേന്ദ്രീകൃത ആസൂത്രണ സമിതിയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകും. അപ്പം ഇതാണ് 3 സാമ്പത്തിക സമ്പദ് വ്യവസ്ഥകൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതി. ഞാൻ ഒരിക്കൽ കൂടി പറയാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അഥവാ കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് വില സംവിധാനമാണ്. എന്നാൽ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് കേന്ദ്ര ആസൂത്രണ സമിതിയാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന കേന്ദ്ര ആസൂത്രണ സമിതിയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. എന്നാൽ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ വില സംവിധാനവും അതുപോലെ തന്നെ കേന്ദ്ര ആസൂത്രണ സമിതിയും ചേർന്നുകൊണ്ടാണ് എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഉൽപാദന സാധ്യത വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, goodbye. Thank you.